എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനായിട്ട് ഒട്ടും എണ്ണ ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു 4 മണി പലഹാരമാണ്. വെറും 10-15 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിൽ 1.5 കപ്പ് അളവിൽ വെള്ളമൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഈ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ പലഹാരത്തിന് മധുരത്തിന് ആവശ്യമായ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു ടേസ്റ്റ് ബാലൻസിനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഉപ്പും പഞ്ചസാരയും എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത് ഈ വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ചിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ ചേർക്കാം. തേങ്ങയുടെ അളവ് നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നാലും തേങ്ങ കൂടുതൽ ചേർത്ത് ഇറക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് കൂടുതൽ സ്വാദ് കിട്ടുക. തേങ്ങ കൊത്ത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് 1-2 ടീസ്പൂൺ തേങ്ങ കൊത്ത് കൂടി ഈ സമയം ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3 ഏലക്ക ചതച്ചും കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ഒട്ടും തരിയില്ലാത്ത വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി ചേർത്തിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ച് പൊടി വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ നൂലപ്പത്തിനൊക്കെ വാട്ടിക്കൊഴിക്കുന്ന പോലെ പൊടിയുടെ എല്ലായിടത്തും ഒരേപോലെ വെള്ളമാവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു സ്വാദിന് വേണ്ടി നെയ്യ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയം 1-2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിലെ വെള്ളമെല്ലാം വറ്റി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും. ഇതുപോലെ നന്നായി ഡ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ് കൈ തൊടാവുന്ന ചൂടായി കിട്ടും വരെ ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം കൈ കൊണ്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്ത ശേഷം വിരലുകൾ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളമൊന്ന് തിളപ്പിക്കാനായി വെക്കാം. വെള്ളമൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഷേപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്ത ഓരോ പലഹാരങ്ങളായിട്ട് നമുക്ക് ഇഡ്ഡലിത്തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച ശേഷം വെള്ളം നന്നായി തിളച്ച് ആവി വന്ന് തുടങ്ങുമ്പോൾ ഇതൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം തീയിൽ 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പലഹാരം ഇവിടെ പാകത്തിനൊന്ന് വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇഡ്ഡലിത്തട്ടിൻ്റെ മൂടിയിലുള്ള ആവിവെള്ളമെല്ലാം ഒന്ന് തുടച്ച് കളഞ്ഞ ശേഷം 2-3 മിനിറ്റ് കൂടി ഇതുപോലെ തന്നെ ഒന്ന് മൂടി വയ്ക്കാം. ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഇഡ്ഡലിത്തട്ട് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ അരിപ്പൊടി കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്ത എണ്ണയില്ലാ പലഹാരം ഇവിടെ റെഡിയായിട്ടുണ്ട്. നാവിലലിയുന്ന രുചിയിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയണേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.